ദിഹാങ്ക ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബീഫ് വരട്ടിയതാണ്, അതായത് ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പി നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും 2 നുള്ള് പെരിഞ്ജീരകവും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വറുത്തെടുക്കണം. ഇനി തീ ഓഫാക്കിയ ശേഷം 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചട്ടിയിലുള്ള ചൂട് മാത്രം മതി ഇത് ചൂടാക്കാൻ. എന്നിട്ടിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സബോള നീളത്തിലരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1/2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റണം. ലൈറ്റ് ബ്രൗൺ ആയ ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ഓൾറെഡി ഇത് വറുത്തതാണ്, കൂടുതൽ നേരം നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഇറച്ചി 1/2 കിലോ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടണം. അതിലെ വെള്ളമൊക്കെ വറ്റി വരാറാവുമ്പോൾ 3 തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല നമ്മൾ പറയില്ലേ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.